ഇന്ത്യ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ബ്രോക്കറേജിന് പുറമെ ഒരുപാട് ടാക്സസ് ഒക്കെ പോകാറുണ്ട്. പക്ഷെ അതുപോലെ ഫോറക്സിന് നമുക്ക് ബ്രോക്കറേജ് അല്ലാതെ വേറെ ഏതെങ്കിലും ഹിഡൻ ചാർജസ് ഒക്കെ ഉണ്ടാവും? ഫോറക്സിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്വാപ്പ് ചാർജസ് ഉണ്ട്. അത് സ്വാപ്പ് ചാർജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമല്ലോ. അതായത് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന സ്വിംഗ് ട്രേഡ് എന്നൊക്കെ പറയാം നമുക്ക് വേണം. ഞാനൊക്കെ കൂടുതലും ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. ഓവറിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്വിംഗ് പോലെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതായത് ഹയർ ടൈം ഫ്രെയിംസിലൊക്കെ ചെയ്യുന്നവർക്ക് അതിന്റെ മെയിനായിട്ട് ഇത് ബാധിക്കുള്ളൂ. അതായത് ഓവർനൈറ്റ് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ബ്രോക്കറേജ് കൊടുക്കണം. അതിന്റെ പുറമെ സ്വാപ്പ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് മിക്കതെന്നല്ല എല്ലാ ബ്രോക്കേഴ്സും ഈ പറയുന്ന സ്വാപ്പ് ചാർജസ് ഈടാക്കുന്നുണ്ട്. ആക്ച്വലി ഇതിന് ഒരു ചാർജ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇതൊരു ഇൻട്രസ്റ്റ് ആണ് ആക്ച്വലി. അതായത് നമ്മളിപ്പോൾ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കറൻസി പെയർ അതിപ്പോൾ ബൈ ആണോ സെല്ലാണോ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ബ്രോക്കർ എടുക്കുകയും ചെയ്യും. അത് ഡിപ്പെൻസ് ആണ് കറൻസി പെയർ അനുസരിച്ചിട്ട്. നമുക്ക് ഈ സ്വാപ്പ് ഫീ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വഴികളില്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പൊ ബ്രോക്കേഴ്സ് മാത്രമല്ല, ഫണ്ടിങ് ഫേംസ് എല്ലാവരും ഒരു സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു തരത്തിലും ഇൻട്രസ്റ്റ് ഇൻവോൾവ് ആവുന്ന ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്ച്വലി സ്വാപ്പ് ഫ്രീ അക്കൗണ്ടുകൾ ഇപ്പൊ ബ്രോക്കേഴ്സും ഫണ്ടിങ് ഫേംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ ഫണ്ടിങ് ഫേംസിനും ഉണ്ടല്ലോ ഈ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സിലെ. ഇത് ജസ്റ്റ് വെറുതെ ഇൻട്രസ്റ്റിൽ ഇൻവോൾവ് ആവാൻ താല്പര്യമില്ലാത്തവർ മാത്രമല്ല, സ്വിംഗ് ട്രേഡേഴ്സിനും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാം. കാരണം സ്വിംഗ് ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കും ഇതുപോലുള്ള ബ്രോക്കറേജ് എന്തായാലും ഡെഫിനറ്റ്ലി കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ ബ്രോക്കറേജിന് പുറമെ ഇതുപോലുള്ള വളരെ എക്സസീവ് ആയിട്ടുള്ള ചാർജസുകൾ ഇതുപോലുള്ള സ്വാപ്പ് ഫ്രീ അക്കൗണ്ടുകൾ എടുത്തുകൊണ്ട് അവർക്ക് ഒഴിവാക്കാം.